ആദ്യമായി 1/2 ലിറ്റർ ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കാൻ വേണ്ടുന്ന ചേരുവകൾ എടുക്കുക. അതിനായി ഒരു 3 വലിയ ക്യാരറ്റ്, ഒരു ചെറിയ ബീറ്റ്റൂട്ട്, 4 കഷ്ണം പച്ചമഞ്ഞൾ എന്നിവ വൃത്തിയാക്കി ഇതുപോലെ അരിഞ്ഞ് എടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയുടെ ജാറിൽ ഇട്ടതിന് ശേഷം അത് നന്നായി അരച്ചെടുക്കുക. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരയ്ക്കുമ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യാനുസരണം ഒരല്പവും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി അരച്ചെടുത്ത ഈ ചേരുവകൾ ഒരു തുണി കഷ്ണത്തിൽ കൂടി അരിച്ച് എടുക്കുക. അതിനായി നല്ല വൃത്തിയുള്ള ഒരു തുണിയെടുത്ത് ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് വെച്ചതിന് ശേഷം ഡയറക്റ്റായിട്ട് ഇതിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുക. ശേഷം അതിനെ നന്നായി സ്ക്വീസ് ചെയ്ത് അതിൻ്റെ ചാറെല്ലാം ഈ ഇരുമ്പ് ചട്ടിയിലേക്ക് എടുക്കുക. നന്നായി പിഴിഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിനെ ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ആദ്യം ഒരല്പം തീയിടാം. അതിനുശേഷം ഇതിന് തീ കുറച്ച് സിമ്മിൽ കൊണ്ട് വയ്ക്കുക. ഇത് ചൂടായി ഒന്ന് വറ്റി കുറച്ച് ആവിയൊക്കെ വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ കേരയുടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ശേഷം ഈ വെളിച്ചെണ്ണ പതിയെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കുക. അത് തിളച്ച് വരുമ്പോഴേക്കും അതിനെ വീണ്ടും തീ കുറച്ചിടുക. കവിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അതിൻ്റെ നിറം മാറി വരുന്നത് നമ്മൾക്ക് കാണാം. ഒരു ലൈറ്റ് മഞ്ഞ കളർ വരുമ്പോഴേക്കും അതിനെ ഒരു തുണിയിൽ കൂടി അരിച്ചൊഴിക്കുക. ചൂടോടെ ഒഴിക്കാവുന്നതേ ഉള്ളൂ. ഒരു തുണി അരിപ്പിലാണെങ്കിൽ നല്ലത്, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ അരിപ്പിലാണെങ്കിലും മതി. നമ്മളുടെ ക്യാരറ്റ് ഓയിൽ തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമ്മൾക്ക് ഇനി ഒരു ഗ്ലാസ് ജാറിലോ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിലോ ഇതിനെ പകർന്ന് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ആവശ്യാനുസരണം ചെറിയ കുപ്പികളിലേക്ക് പകർന്ന് വയ്ക്കാം. ഇത് കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ എല്ലാവർക്കും ഉപയോഗിക്കാൻ നല്ല ഒരു ഓയിലാണ്.